ഓക്കെ, നമ്മൾ ആ ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ള ഫോം ശ്രദ്ധിക്കാം. നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു ഫോം അയച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അന്ന ക്ലിയർ ആണല്ലോ? ആ ഫോമാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. അതൊരു A4 പേപ്പറാണ്, അറിയാലോ. സാധാരണ ഒരു A4 പേപ്പർ, അതിൽ കുറച്ച് കളറൊന്നും വ്യത്യാസം ഉണ്ടാവും കേട്ടോ, കാരണം വെച്ചാൽ അത് ഫോട്ടോ എടുത്തപ്പോഴേ ക്ലിയർ. പക്ഷെ നമുക്കത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ വ്യൂവിൽ പോയിട്ട് പേജ് ലേഔട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സലിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആദ്യം ഹെഡിങ് സെറ്റ് ചെയ്യരുത്. മനസ്സിലായ? ഹെഡിങ്ങുകൾ ആദ്യം സെറ്റ് ചെയ്യരുത്, ഒരിക്കലും ആദ്യം ഹെഡിങ്ങുകൾ സെറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ആ കാണുന്ന കോളത്തിലെ, എല്ലാവരും ഫോണിൽ അതൊന്ന് ഓപ്പൺ ആയിക്കോളാം, കോളത്തിൽ ഏറ്റവും കൂടുതൽ കോളങ്ങൾ എവിടെയുള്ളതെന്നുള്ളത് നോക്ക്. ഏറ്റവും കൂടുതൽ കോളങ്ങൾ എവിടെയുള്ളത് നോക്കി നോക്കി, എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ടെന്ന് പറഞ്ഞേ. ആ കാണുന്ന ഫോമിൽ എത്ര കോളങ്ങളാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതെന്ന് പറഞ്ഞേ. കോളം മനസ്സിലായില്ലേ? ഓക്കെ, അതിൽ ആ ഫോമിൽ ഏറ്റവും കൂടുതൽ കോളങ്ങളുള്ള ഭാഗം എവിടെയാണ്? ഇവിടെ നമ്മുടെ മേലെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോളങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ? അതായത് നോക്കിയൊക്കെ, ആ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കോളം എടുക്കുന്നുണ്ട്. അടിയിൽ നോക്കിയൊക്കെ, അടിയിൽ രജിസ്ട്രേഷൻ നമ്പർ എടുക്കണതിൻ്റെ അവിടെ നോക്കിയൊക്കെ എത്ര കോളം ഉണ്ട് നോക്കിയൊക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കോളം എടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഏറ്റവും അടിയിൽ രജിസ്ട്രേഷൻ നമ്പറുള്ളടുത്ത് ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ആ 12 കോളങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ആ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ അവിടെ 1, ഇനിയുള്ള 10 കോളങ്ങൾ ചെറുതാണ്. ശ്രദ്ധിക്കുക, 10 കോളങ്ങൾ ചെറുതാണ്. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അന്നയ്ക്കോ ആൽബിക്കോ ഒക്കെ മനസ്സിലാവുണ്ടല്ലോ. 1, ആ 10 കോളം അടിയിലത്തെ കണ്ടില്ലേ? gtecheducation.com എന്നുള്ളതിൻ്റെ മേലെ ഒരു 10 ചെറിയ കോളങ്ങൾ കണ്ടില്ലേ? അപ്പോൾ 10 കോളം നിങ്ങൾ ഇങ്ങനെ സെലക്ഷൻ ചെയ്യുക. ബി ശ്രദ്ധിക്കട്ടോ, ബിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്തു. ഒപ്പം തന്നെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് 2, 3, 4, 5, 6, 7, 8, 9, 10 10 കോളം സെലക്ഷൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം പിടിച്ച് ചെറുതാക്കുക. ക്ലിയർ ആണല്ലോ? 10 കോളം ഒരുമിച്ച് ചെറുതായത് കണ്ടോ നിങ്ങൾ? ഒരേ വലിപ്പത്തിൽ ചെറുതായത് കണ്ടോ? ഇനി പറയണോ? ഓക്കെ, അതായത് 10 ഇവിടെ മേലെ തന്നെ സെലക്ഷൻ ചെയ്യണം. BCDEFGHIJK എന്ന് പറഞ്ഞിട്ട് സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോളം പിടിച്ച് ചെറുതാക്കി വലുതാക്കി ചെയ്താൽ ആ കോളങ്ങളൊക്കെ ഒരേ വലുപ്പത്തിലേക്ക് കൺവേർട്ടായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഞാൻ 12 കോളങ്ങൾ ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഫോം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ വർക്ക് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എക്സലിൽ ഏത് ഫോം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യണം, എത്ര കോളങ്ങൾ ഉണ്ട് എന്നുള്ളത്, എത്ര കോളങ്ങളാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ഹെഡിങ് സെറ്റ് ചെയ്യാം, ചെയ്തൂടെ? ആദ്യത്തെ 5 ലൈനിലെ 1, 2, 3, 4, 5 ലൈൻ ഉണ്ട്. അപ്പോൾ നോക്കി, 1, 2, 3, 4, 5 ലൈന് സെലക്ഷൻ ചെയ്തിട്ട് ഹോമിൻ്റെ ഉള്ളിൽ മെർജ് അക്രോസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് ചെയ്യാം. ഞാനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഈ എംബ്ലം കൊടുന്ന് വയ്ക്കാനായിട്ട്, ഇപ്പോൾ നമ്മുടെ ഒരു ലോഗോ കൊടുന്ന് വയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ടിലെ പിക്ചർ. ക്ലിയർ ആണല്ലോ? നമ്മുടെ സിസ്റ്റത്തിലുള്ള പിക്ചറിൽ നമ്മുടെ ലോഗോസ് എവിടെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലോഗോ നമ്മുടെ പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ? ചെറുതാക്കി കൂടെ. ഓക്കെ, ഇപ്പുറത്ത് ജോബ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അല്ലേ? ഒരു ഫോം എടുക്കണില്ലേ നിങ്ങൾ? ജോബ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഫോം എടുക്കണില്ലേ? അത് ഞാൻ തൽക്കാലം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു കേട്ടോ. നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി, കിട്ടും ആ ലോഗോസ്. ജോബ്സ് ബാങ്ക് ക്ലിക്ക് ചെയ്യാം. ഇമേജ് അടിച്ചാൽ മതി, നമ്മുടെ എംപ്ലോയിലുണ്ടാവും. കണ്ടോ? ഈ എംബ്ലം കണ്ടല്ലോ? ഈ എംബ്ലം സേവ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൻ്റെ മുകളിൽ സേവ് ഇമേജസ്, ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നുകൊണ്ട് ഫയലിൽ ഓപ്പൺ
ഓപ്പൺ ചെയ്യേണ്ട. ഇൻസേർട്ടിൽ പിക്ചർ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മുടെ ആ ലോഗോ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക. ക്ലിയർ ആണല്ലോ? ചെറുതാക്കാനായിട്ട് ഈ കോർണർ പിടിച്ചാൽ മതി കേട്ടോ. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്തുകൂടെ? ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, പിന്നെ ഇതിൽ ടൈപ്പ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മുടെ സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ക്ലിയർ അല്ലേ? ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അടിയിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ആ ഫോം സെറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി അടുത്തത് നോക്കി നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ അല്ലേ? രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ നമ്പർ ഒരു മിനിറ്റ് കേട്ടോ ടീച്ചറെ. ഇല്ല, ചെയ്തിട്ടില്ല ടീച്ചറെ. കോവാക്സിൻ അല്ലേ? നാളെ അല്ലേ? ഞാൻ കോവാക്സിൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതെ അല്ലേ? ഇന്ന് 6:30 ശേഷം. അതെ അല്ലേ? ആയിക്കോട്ടെ, ഞാൻ നോക്കി നോക്കാം. അതെ അല്ലേ? അപ്ലോഡ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. ഞാൻ എന്തായാലും ഞാൻ നോക്കിയോട്ടെ. ഞാൻ ടീച്ചറിനെ വിളിക്കാൻ നോക്കും കേട്ടോ. ശരി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടേ പിന്നെ നിങ്ങൾ നോക്കിയേ, ആ കാണുന്ന ഈ കോളത്തിനൊക്കെ ഞാൻ ബോർഡർ കൊടുക്കുകയാണ്, ഓൾ ബോർഡർ കൊടുക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 കോളത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഉണ്ട്, ശ്രദ്ധിക്കുക, ജി, അതേപോലെ തന്നെ പി, അതേപോലെ തന്നെ എൻ. ക്ലിയർ അല്ലേ? ഓരോ കോളത്തിൽ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കൊണ്ട് കിടക്കുന്നൊരു ഭാഗമുണ്ട്, കണ്ടല്ലോ നിങ്ങൾ? ഈ അടിയിലേക്ക് പോയി നോക്കിയെങ്കിൽ നിങ്ങൾ അടിയിൽ കിടക്കണ ജിയും പിയും എന്നിൻ്റെയും 3 കോളങ്ങൾ തമ്മിലാണ് ആ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്, കണ്ട? അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ മെർജ് ചെയ്തൂടെ? ഇതിനെ മെർജ് ചെയ്തിട്ട് നേരെ സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യണ പോലെ തന്നെ ഡേറ്റ് ഓഫ് REG. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം ക്ലിയർ ആണല്ലോ? തരുണേ ഇത് ഓക്കെ. ഇതിന് ഞാൻ ബോർഡറുകൾ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ, ഓൾ ബോർഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നിട്ട് എടുക്കുന്ന ഭാഗമാണ്. മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു, ഞാൻ മെർജ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഞാൻ ടൈപ്പ് ചെയ്യണില്ല, ഞാൻ സെറ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ടൈപ്പ് ചെയ്യണ്ടല്ലോ, നമുക്ക് അടുത്ത ടോപ്പിക്ക് എടുക്കാം, ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നെയിം ഓഫ് കാൻഡിഡേറ്റ്, അതേപോലെ തന്നെ നോക്കിയാൽ ഫാദറിൻ്റെ നെയിം, ഹൗസ് നെയിം, പിന്നെ സ്ട്രീറ്റ് കണ്ടില്ലേ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കൊടുത്തു. സ്ട്രീറ്റ് വരെ കൊടുത്താൽ മതി. അപ്പോൾ എത്ര ലൈൻ ഉണ്ട്? 4 ലൈൻ അല്ലേ? അപ്പോൾ നോക്കിയാൽ 1 2 3 4 ഈ 4 ലൈൻ സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ നിന്നുകൊണ്ട് മെർജ് അക്രോസ്. ക്ലിയർ ആണല്ലോ? ഇതിന് മൊത്തം നിങ്ങളൊരു ബോർഡർ കൊടുത്ത് നോക്കിയൊക്കെ സംഭവം മനസ്സിലായ? ഇനി അതേപോലെ തന്നെ അടുത്തത് വരുന്നതാണ് എന്ത്, ഡിസ്ട്രിക്റ്റിൻ്റെ അപ്പുറത്തുള്ള കോളങ്ങൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നേരത്തെ നോക്കിയ പോലെ അടിയിലേക്ക് പോവുക. അടിയിൽ നോക്കി നോക്കിയാൽ 1 2 3 4 5 കോളത്തിൻ്റെ അവിടെയാണ് ആ ലൈന് നേരെ കിടക്കുന്നത്, കണ്ടില്ലേ? അടിയിൽ നമ്മൾ 12 സെറ്റ് ചെയ്തില്ലേ ആദ്യം? അതിൽ നടുക്കിലുള്ള 1 2 3 4 5 കണ്ടില്ലേ?
രജിസ്ട്രേഷൻ നമ്പറിൻ്റെ 5 എണ്ണം കഴിഞ്ഞിട്ടാണ് ആ ലൈന് നേരെ പോണത് കണ്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 1 2 3 4 5 കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 ലൈനല്ലേ, 3 എണ്ണം അല്ലേ, 1 2 3 ഇതിനെ ക്രോസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ നോക്കി നോക്കിയേ, ഇവിടുത്തെ ഈ 5 എണ്ണം 1 2 3 4 5 ഇതിനെ ഞാൻ എന്ത് ചെയ്തു, മെർജ് അക്രോസ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ, ക്ലിയർ അല്ലേ. ഇനി ഇമെയിലിൻ്റെ അഡ്രസ്സ് മൊത്തം സെലക്ഷൻ ചെയ്ത് മെർജ് ചെയ്യാം. ഇവിടെ ഇമെയിൽ, അതിന് ഞാൻ ബോർഡർ കൊടുത്തു, അപ്പോൾ അത് റെഡിയായി. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരെണ്ണം ഉള്ളൂ അല്ലേ, ഒരെണ്ണം മാത്രം മെർജ് ചെയ്യാം. മെറിറ്റൽ സ്റ്റാറ്റസ് ഒരെണ്ണം മാത്രം മെർജ് ചെയ്യാം. ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ കോളങ്ങൾ റെഡി ആയില്ലേ, മനസ്സിലായ. ഇനി ലാംഗ്വേജസ് നോൺ അടിയിൽ നോക്കിട്ടാ, ലാംഗ്വേജസ് നോൺ 2 കോളം ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ 2 കോളം സെലക്ഷൻ ചെയ്ത് മെർജ് ചെയ്യാം, അടിയിലേക്ക് മെർജ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ 5 എണ്ണം വെച്ചൊന്ന് മെർജ് ചെയ്തു, ഇവിടെ 5 എണ്ണം വെച്ച് മെർജ് ചെയ്തു. വെറും മെർജും എക്രോസും മാത്രമായിട്ടായി ക്ലാസ്സിൽ ഇവിടെ ഈ കാണുന്ന വർക്കിൽ നടക്കുന്നത്. അതിന് മൊത്തം സെലക്ഷൻ ചെയ്തു, ഓൾ ബോർഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണല്ലോ, ഈ ഭാഗം ക്ലിയർ അല്ലേ. പിന്നെ അടുത്തത് ക്വാളിഫിക്കേഷൻ. അപ്പോൾ മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു, മെർജ് ചെയ്ത് കൊടുത്തു. ശ്രദ്ധിക്കുക, മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു, മെർജ് ചെയ്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇതേപോലെ തന്നെ 2 എണ്ണം മെർജ് ചെയ്തു. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ മെർജ് ചെയ്തു, ആ കോളം നോക്കണം കേട്ടോ നിങ്ങൾ. ഇവിടെ മെർജ് ചെയ്തു, ഇവിടെ മെർജ് ചെയ്തു, ഇവിടെ നമ്മൾ മൊത്തം എല്ലാ സെല്ലും കൂടി മെർജ് ചെയ്തു. ഇതിന് ബോർഡറുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ, ഈ ഭാഗം മനസ്സിലായില്ലേ. അപ്പം അക്കാദമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ 2 സെല്ലും കൂടി മെർജ് ചെയ്തു. ഇതേപോലെ തന്നെ ആദ്യത്തെ 5 എണ്ണം മെർജ് ചെയ്തു. ഓക്കെ, ആദ്യത്തെ 5 എണ്ണം മെർജ് ചെയ്തു, ഇവിടുത്തെ ഒരു 5 എണ്ണം മെർജ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇതേപോലെ എല്ലാം കൂടി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് മെർജ് ചെയ്ത് കൊടുത്തു. ഇതിന് ഞാൻ ബോർഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ, ടെക്നിക്കൽ കഴിഞ്ഞു. അടുത്തത് അതേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ ഞാൻ 2ഉം കൂടി മെർജ് ചെയ്തു. നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഫസ്റ്റ് കോളം മെർജ് ചെയ്തു, ഈ കോളം മെർജ് ചെയ്തു. മറ്റേത് എല്ലാം കൂടി എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സെല്ലും കൂടി മെർജ് ചെയ്തു. ആൽബിക്കും അന്നയ്ക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ക്ലിയർ ആണല്ലോ. ഓക്കെ, മെർജ് ചെയ്തു. അപ്പോൾ ഇത് 3ആയി അല്ലേ, അക്കാദമിക് ക്വാളിഫിക്കേഷനായി, ടെക്നിക്കൽ ക്വാളിഫിക്കേഷനായി, അതറായി. ഇനി അടുത്തത് എന്താണ്, എല്ലാ സെല്ലും കൂടി ഞാൻ ഒറ്റ ഇതിൽ മെർജ് ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി നോക്കി നോക്കി നിങ്ങൾ, നേരത്തെ നമ്മൾ ചെയ്തിരുന്ന പോലെ തന്നെ ഒന്ന് കമ്പനി നെയിം, രണ്ടാമത്തെ ഡെസിഗ്നേഷൻ, ക്ലിയർ അല്ലേ, മൂന്നാമത്തത് ഡേറ്റ് ഓഫ്, ക്ലിയർ അല്ലേ, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇനി എന്ത് ചെയ്യുക, ഈ കോളങ്ങൾ എത്ര ലൈനാണുള്ളത്, അതിൽ 3 എണ്ണമല്ലേ ഉള്ളത്, 1. ഓക്കെ, ഈ 3 എണ്ണം മെർജ് അക്രോസ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ, ഈ 3 എണ്ണം മെർജ് അക്രോസ് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ, ക്ലിയർ ആണല്ലോ, കണ്ടില്ലേ. ഓക്കെ, ഇനി അടുത്ത സെല്ലിൽ ഒരു ബ്ലാങ്ക് ആണ്, ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്തു, മെർജ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നോക്കിട്ടാ, അടുത്ത ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്ത് നമുക്കിപ്പോൾ ഏകദേശം ഒരു 4 സെല്ലുകൾ അല്ലെങ്കിൽ 3 സെല്ലുകൾ തമ്മിൽ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ മെർജ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്നുകൊണ്ട് 1 2 3 4 എണ്ണം ചെയ്യാം, മെർജ് ചെയ്തു. ഇവിടുത്തെ ഈ കാണുന്ന 6 കോളങ്ങൾ തമ്മിൽ മെർജ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെർജ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ലോഗോസ് കൊടുന്ന് ചൂടേ, ശ്രദ്ധിച്ചേ. ഇതിൻ്റെ കോപ്പി ചെയ്താൽ മതി, Ctrl+C Ctrl+V എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി കിട്ടും. അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്താലും മതിട്ടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്താലും മതി. ക്ലിയർ ആണല്ലോ. ഓക്കെ, പിന്നെ ജോബ്സ് ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ജിടെക് ജോബ് ഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ലോഗോസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇന്ന് കിട്ടുമോ നോക്കാം. ഇവിടെ എൻട്രി പാസ്
നമുക്ക് തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ സാധാരണ ENTRY എൻട്രി പാസ് എന്നിട്ട് കൊടുത്തു. എൻട്രി പാസ്. അതിന് ഞാൻ സൈസ് ബോൾഡാക്കി സൈസ് കൂട്ടി കൊടുത്തു. റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുറിഞ്ഞിട്ട് 2 ലൈനായിട്ട് താഴ്ത്തിക്ക് വന്നു. ക്ലിയർ ആണല്ലോ. പിന്നെ അവിടെ എംബ്ലമാണ് എടുത്തത്. GTech ജോബ് ഫെയർ. നമുക്കൊന്നുകൂടി നോക്കാം ആ എംബ്ലം ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. അല്ലെങ്കിൽ തൽക്കാലം ഒരു ലോഗോസ് നമുക്ക് എടുത്തു വയ്ക്കാം കേട്ടോ. കാണാമല്ലോ അല്ലേ? ലോഗോസ് നെറ്റിലില്ല തോന്നുന്നുണ്ട്. ഓക്കെ, തൽക്കാലം നമ്മൾ നമ്മുടെ എംബ്ലം തന്നെ എടുത്തു വെക്കാം കേട്ടോ. നമ്മുടെ ആ എംബ്ലം തന്നെ, ഈ എംബ്ലം തന്നെ നമുക്ക് Ctrl+C Ctrl+V അടിച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഫോമിലേക്ക് ഉണ്ടാകും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വരുന്നത് എല്ലാം കൂടി സെലക്ഷൻ ചെയ്ത് അത് എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ മെർജ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ കമ്പനിയുടെ പേര് കഴിഞ്ഞിട്ട് എത്ര ലൈൻ അടിയിലിക്കുന്നുണ്ട്? 1 2 3 4 5 ലൈൻ ഉണ്ട് അല്ലേ? 1 2 3 4 5. ഈ ഇത് റെഡിയാണ്. ഇനി ഇവിടെ നോക്കി നോക്കിയാൽ 1 2 3 4 5 5 ലൈന് അതുവരെ മെർജ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. മെർജ് അക്രോസ് ക്ലിയർ ആണല്ലോ. ഇതിനൊക്കെ ബോർഡറുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ. ഓക്കെ, ഇനി അടുത്ത് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കൂടി സെലക്ഷൻ ചെയ്തു. ഞാനിതിനെ മെർജ് ചെയ്തു. ഇവിടെ അടുത്ത് എന്ത് ചെയ്യാണ്? ഇതിന് ബോർഡർ കൊടുത്തുട്ടാണ്. ഇതിൽ നിങ്ങൾ ബോർഡറുകൾ സെറ്റ് ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇനി ഇവിടെ കാൻഡിഡേറ്റ് എയിം എത്ര? 2 ലൈൻ അല്ലേ? അപ്പോൾ 2 ലൈന് മാത്രം എന്ത് ചെയ്യുക? മെർജ് അക്രോസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ശ്രദ്ധിക്കുക, ഓൾ ബോർഡർ കൊടുത്തു. ഓക്കെ, അടുത്ത് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ആ 12 കോളം അത് കറക്റ്റാണ്. അത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അടിയിലുള്ള ഈ 2 കോളം ഉണ്ടല്ലോ, ഈ 2 കോളങ്ങൾ, ഈ 2 കോളങ്ങളൊന്ന് മെർജ് ചെയ്യുക. മെർജ് ചെയ്തു. ഇവിടെയുള്ള 2 കോളങ്ങൾ ഞാൻ മെർജ് ചെയ്തു. ഇവിടെയുള്ള മൊത്തം ടേബിൾ ഞാൻ മെർജ് ചെയ്തു. ക്ലിയർ ആണല്ലോ. മനസ്സിലായ? ഈ ഭാഗം ഈ സെല്ലൊന്ന് ഞാൻ കുറച്ച് വലുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മുടെ ആ ഫോം അപ്ലോഡായത് കറക്റ്റ് വർക്കായി വന്നത് കണ്ടോ നിങ്ങൾ? ഞാനിതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഇത് നമ്മൾ നേരെ Ctrl+P കൊടുത്തു കഴിഞ്ഞാൽ നോക്കി നോക്കിയാൽ ഫോം കണ്ടോ. ക്ലിയർ ആണല്ലോ. അപ്പം മെർജ് ചെയ്യണതും അക്രോസ് ചെയ്യണ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സലിൽ ഫോം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണോ സൈസ്, പേപ്പർ സൈസ് ഏതാണെന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ വ്യക്തമായിട്ട് ചെയ്യണം കേട്ടോ. ക്ലിയർ ആണല്ലോ. ഈ ഭാഗം മനസ്സിലായില്ലേ? ഈ ഫോം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഫോം ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും അത് സെറ്റ് ചെയ്തിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇവിടെ ബോർഡർ കൊടുക്കാനായിട്ട് ഓൾ ബോർഡർ കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഓൾ ബോർഡർ. ഇവിടെ ഒരു കാര്യം കൂടി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഔട്ട്ലൈൻ ബോർഡർ മാത്രമല്ലേ വേണ്ടോ? ഉള്ളിൽ ബോർഡർ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനിവിടെ ഔട്ട്ലൈൻ ബോർഡർ എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. തിക്ക് ഔട്ട്ലൈൻ ബോർഡർ കണ്ടോ? ഇനി ഇത് പ്രിൻ്റ് കൊടുത്ത് നോക്കിയൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഫോം പ്രിൻ്റ് ചെയ്ത് വന്നത് കണ്ടോ? ഇനി ഇതിലൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൂടെ? ഞാൻ ടൈപ്പ് ചെയ്യാൻ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ഫോം സെറ്റ് ചെയ്യുന്നത് കാണിച്ച്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ മാക്രോൻ്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാക്രോൻ്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് നമ്മൾ മറ്റേ റെക്കോർഡ് മാക്രോയിൽ നമ്മുടെ മറ്റേ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണതടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞതാണല്ലോ. ഓക്കെ, ശരി. ഇനി അടുത്തത് വരുന്നതാണ്
നമ്മുടെ സോൾവർ എന്നുള്ള ഒരു ഇക്വേഷൻസ് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോൾവർ എന്താണ്? സോൾവർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു സെല്ലുകളെ ടോട്ടൽ എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്, 100 കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാം കേട്ടോ. ഒരു എക്സാമ്പിൾ ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞു എ ബി സി ഡി ഇ എഫ്. ശ്രദ്ധിക്കുക, ഒരു 6 കമ്പനി ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 കമ്പനിയിലെ ഞാനിവിടെ ഒരു ബോർഡറുകളും ക്രിയേറ്റ് ഹലോ പറയൂ. അതെ അല്ലേ, ഓക്കെ. ആരാണ്? ആൽബിയിലെ. ഓക്കെ. കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് അയക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം കേട്ടോ. ശരി. ശരി. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഈ സോൾവർ സെറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യണം? എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇപ്പോൾ ഈക്വൽ ടു സം ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം? ഈ സെല്ലുകളൊക്കെ കൂടി കൂട്ടണം. ഓക്കെ. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എനിക്കൊരു 50,000 ആവണം. ശ്രദ്ധിക്കട്ടോ, ഇതൊക്കെ കൂടി കൂട്ടി കിട്ടുന്ന ആൻസർ എനിക്ക് 50,000 ആവണം. പക്ഷേ അതിൽ ഈ സെല്ലിൽ അന്നത്തെ ദിവസം ഇല്ല. ഇതിലൊന്നും കൊടുക്കാൻ പാടില്ല, ഇതിലും ഒന്നും കൊടുക്കാൻ പാടില്ല, ഇതിലും ഒന്നും കൊടുക്കാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ? ഒക്കെ കൂടി കൂട്ടുമ്പോൾ എനിക്ക് 50,000 കിട്ടണം. എല്ലാം കൂടി കൂട്ടുമ്പോൾ എനിക്ക് 50,000 കിട്ടണം. അതിൽ ഈ റെഡുള്ള സെല്ലുകളിലൊന്നും എൻട്രി വരാൻ പാടില്ല. ഓക്കെ. ഈ സെല്ലിൽ അതായത് ഇപ്പോൾ I11 എന്നുള്ള സെല്ല്, I11 എന്നുള്ള സെല്ല് തെറ്റെടുത്തിട്ടാ. I11 എന്നുള്ള സെല്ല് നമുക്ക് വേണമെങ്കിൽ വേറെ നമ്പർ ആക്കാം, അല്ലെങ്കിൽ I എന്നുള്ളത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ H11 എന്നുള്ള സെല്ലിൽ ഞാൻ പറയുകയാണ് എന്തെന്ന്, എനിക്ക് ഒരു H11 എന്നുള്ള സെല്ലിൽ ഒരു 35,000 അല്ലെങ്കിൽ ഒരു 20,000 അല്ലെങ്കിൽ 18,865 വരണം. മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായ? മൊത്തം എനിക്കിവിടെ 50,000 വരണം. ശ്രദ്ധിക്കുക, മൊത്തം എനിക്കിവിടെ 50,000 വരണം. ഇതിലല്ല കേട്ടോ, 0 കാണുന്ന സെല്ലിലാണ് വരേണ്ടത്. അതിൽ ഈ കാണുന്ന ടേബിളിൽ ഈ സെല്ലിലും ഒറ്റ എൻട്രിയും വരാൻ പാടില്ല. ഓക്കെ. ഈ സെല്ലിൽ അതായത് H11 എന്നുള്ള സെല്ലിൽ നമുക്ക് എന്ത് ചെയ്യണം? 18,865 എന്നുള്ള നമ്പറും വരണം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ എങ്ങനെ ചെയ്താലാണ് ഇത് 50,000 ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിനെയാണ് സോൾവർ എന്ന് പറയുന്നത്. മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? തരുണേ മനസ്സിലായല്ലോ? ഓക്കെ. ശ്രദ്ധിക്കട്ടോ. അന്ന ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫയലിൽ പോവാതെ ഫയലിൽ പോയിട്ട് ഓപ്ഷൻസ് എടുക്കുക. ഓപ്ഷൻസിലെ ആഡ് ഇൻസ് എന്നിട്ടൊരു ഭാഗം കാണാം നിങ്ങളിവിടെ. ശ്രദ്ധിക്കുക, ആഡ് ഇൻസ്. ക്ലിയർ ആണല്ലോ? ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഫയലിൽ പോവുക, ഓപ്ഷൻസിൽ പ്രസ് ചെയ്യുക, ആഡ് ഇൻസ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സോൾവർ ആഡ് ഇൻ എന്നൊരു കൺസെപ്റ്റ് കണ്ട നിങ്ങളിവിടെ. സോൾവർ ആഡ് ഇൻ എന്നൊരു കൺസെപ്റ്റ് കണ്ട. ഇതിൽ ഇവിടെ നമ്മൾ ഗോ പറഞ്ഞ് ആ സോൾവർ ആഡ് ഇൻ ഓക്കെ പറഞ്ഞാലാണ് നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് വരുള്ളൂ. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ഫയലിൽ ഓപ്ഷൻസിൽ ആഡ് ഇൻസിൽ കണ്ടില്ലേ, സോൾവർ ആഡ് ഇൻ ഇതിൽ കാണാം. ഇവിടെ അടിയിലുണ്ടാവും എക്സൽ ആഡ് ഇന്നിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, ഗോ പറയുക. അതിൽ സോൾവർ ആഡ് ഇൻ കൊടുത്തിട്ട്
ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്യാം. നോക്കൂ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എക്സലിലേക്ക് ഒരു ഡാറ്റ എന്നുള്ള ടേബിളിൽ സോൾവർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ആക്റ്റീവായി വരും. തരുണ്ട് മനസ്സിലായല്ലോ? അത് ആഡ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ വർക്ക് ചെയ്യാനേ സോൾവർ ആഡ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ കാണുന്ന സെല്ലിലാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അല്ലേ? ഇതിലാണ് 50,000 കിട്ടുന്നത്. അപ്പോൾ അത് ഞാൻ സെലക്ഷൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരെ ഡാറ്റയിൽ സോൾവറിലേക്ക് പോയി. ക്ലിയർ ആണല്ലോ? സോൾവറിൽ വാല്യൂ ഓഫ് എത്ര നമ്മളോട് പറഞ്ഞുള്ളത്? 50,000. ക്ലിയർ ആണല്ലോ? 50,000. പിന്നെ ബൈ ചേഞ്ചിങ് വേരിയബിൾ സെല്ല്, ഏതൊക്കെ സെല്ലുകളിലാണ് ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏതൊക്കെയാണ്? അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആൻസർ വരുന്ന ടേബിളില്ലേ മൊത്തം, അത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് വന്നതുണ്ട് അവിടെ. ഇതിലാണ് നമ്മൾ കണ്ടീഷൻസ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഈ സെല്ലെടുക്കാം. ഈ സെല്ല് ഈക്വൽ ടു 0. ഓക്കെ, ആഡ് ചെയ്തു. ഈ സെല്ല് ഈക്വൽ ടു 0 ആഡ് ചെയ്തു. ഈ സെല്ല് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 3 കണ്ടീഷൻസും ആക്റ്റീവായി. ക്ലിയർ ആണല്ലോ? ഇനി എന്താ പറഞ്ഞുള്ളത്? H11 എന്നുള്ള സെല്ലിൽ എന്താവണം? 18,865 ആവണം വേണ്ടേ? അപ്പം നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് പറയുകയാണ്, ഈ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞു H11 എന്നുള്ള സെല്ല് ഓക്കെ ഈക്വൽ ടു, നമുക്ക് ഏത് കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു എന്തെന്ന് 18,865 എന്നുകൊണ്ട് കൊടുത്തു. അതും ആഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഞാനിതിനെ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള സോൾവർക്കിൻ്റെ കംപ്ലീറ്റ് കണ്ടീഷൻസ് അവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നത് കണ്ടോ? സംഭവം മനസ്സിലായാ? നമ്മുടെ കണ്ടീഷൻസ് വന്നത് കണ്ടോ? നമ്മൾ കൊടുത്ത ഇക്വേഷൻസ് കംപ്ലീറ്റ് വന്നത് കണ്ടോ? എന്നിട്ട് നമ്മൾ സോൾവ് എന്നുള്ളൊരു കമാൻഡ് കൊടുക്കുക. നോക്കി നിങ്ങൾ കണ്ട നമ്മൾ കൊടുത്ത കണ്ടീഷൻസുകൾ മാത്രം അവിടെ ഇത് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ വെച്ചിട്ട് അതിനെ സിസ്റ്റം സോൾവ് ചെയ്ത് കണ്ട. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ നമ്പറൊന്നും നമ്മൾ എൻ്റർ ചെയ്തതല്ല, ഇത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്തതാണ്. ഇവിടെ നമ്മുടെ ഉത്തരം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. നമ്മൾ കൊടുത്ത 3 സെല്ലിൽ ശ്രദ്ധിക്കുക, നമ്മൾ കൊടുത്ത 3 സെല്ലിൽ 0 ആണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത 18,865 എന്നുള്ള സെല്ലും കറക്റ്റാണ് അല്ലേ? ബാക്കിയുള്ള സെല്ലുകളൊക്കെ കൂടി സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോൾവർ. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോലിക്കാരുണ്ടെന്ന് വിചാരിക്കാം. എക്സാമ്പിളുകൾ പറഞ്ഞുതരാം. ജോലിക്കാരുണ്ടെന്ന് വിചാരിക്കുക. ജോലിക്കാർ എന്ത് ചെയ്യാണ്? ഒരു 60 മണിക്കൂർ ജോലി ഷെഡ്യൂൾ ചെയ്യണം. അതിൽ കുറച്ച് ആൾക്കാർക്ക് ലീവ് കൊടുക്കണം, ഇന്ന ദിവസമൊക്കെ ലീവ് കൊടുക്കണം. ബാക്കിയുള്ള ദിവസം കൊണ്ട് നമുക്ക് ആ ജോലിക്കാരൊക്കെ എത്ര ജോലിക്കാരൊക്കെ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ സാധനം വെച്ച് ചെയ്യാം. ചെയ്തുകൂടെ? അന്ന ക്ലിയർ ആണോ? ഇനി പറയണമെങ്കിൽ പറയാട്ടോ, നമുക്ക് എക്സാമ്പിളുകൾ പല രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ സോൾവർ എന്നുള്ള ഇക്വേഷൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഞാൻ കാണിക്കാം, ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? ഇപ്പം നമ്മുടെ ഡാറ്റയിൽ പോയിട്ട് നമ്മുടെ സോൾവർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവർ എടുത്താൽ നമുക്കിതിനെ റിമൂവ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ ഇക്വേഷൻസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഈ ആൻസറുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ഈക്വൽ ടു സമ്മ് എല്ലാം കൂടിയിട്ടുള്ള ടോട്ടലാണ്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ കൂടിയിട്ടുള്ള ടോട്ടലാണ്. ഇനി ഞാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നേരെ ഫയലിൽ പോയി ഓപ്ഷൻസ് ഒരു പ്രാവശ്യം ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിഷയമല്ല കേട്ടോ. അന്ന അതേപോലെ തന്നെ തരുൺ ഒരു പ്രാവശ്യം ഓണാക്കി കഴിഞ്ഞാൽ ആഡിൻസ് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ആ എക്സലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉണ്ടാവും കേട്ടാ. സോൾവർ എന്ന് പറഞ്ഞ ഇക്വേഷൻസ് അവിടെ ഉണ്ടാവും. ആദ്യത്തെ പ്രാവശ്യം ഓണാക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കത് ഇങ്ങനെ ഉപയോഗിക്കേണ്ടത്. അത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫയലിൽ പോവുക, ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ ആഡിൻസിൽ നോക്കിയേ ഇവിടെ നിന്നുകൊണ്ട് ഉണ്ടോ ഈ സോൾവർ ആഡിൻ എന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ആഡിൻ ആയിട്ടുണ്ട്. അതിൽ ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, എക്സൽ ആഡിൻസിൽ ഗോ പറയാം, അതിൽ സോൾവർ ആഡിനെ ഓക്കെ പറയാം. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡാറ്റയിലുള്ളിൽ സോൾവർ എന്നുള്ളതിലേക്ക് പോവാം. ഇവിടെ സെറ്റ് സെല്ല്, അതായത് ഏത് സെല്ലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്? ഈ സെല്ലാണ് അല്ലേ? എത്രയാണ് നമ്മുടെ വാല്യൂ? ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ 1,50,000 വേണം, കൊടുക്കാം. ഈ കാണുന്ന ബൈ ചേഞ്ചിങ് വാരിയബിൾ സെല്ല് നമ്മൾ ഉത്തരം വരേണ്ട സെല്ലുകളാണ്, ശ്രദ്ധിക്കണം. അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? കണ്ടീഷൻസുകൾ ശ്രദ്ധിക്കുക. കണ്ടീഷൻസുകൾ കണ്ടില്ലേ? ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലിൻ്റെ റെഫറൻസുകൾ കണ്ടീഷൻസുകൾ വന്നത് കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇതിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ F8 എന്നുള്ള സെല്ല് എന്താണ്? ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കണ്ടീഷൻസ് കൊടുക്കട്ടോ. ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ, അങ്ങനെ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? ഈക്വൽ ടു 0 ആഡ് ചെയ്തു. അടുത്തത് ഈ സെല്ല് ഈക്വൽ ടു 0, അടുത്തത് ഈ സെല്ല് ഈക്വൽ ടു 0. ക്ലിയർ ആണല്ലോ? ഇത് മൂന്നും കൊടുത്തു. പിന്നെന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? H11 എന്നുള്ള സെല്ല്, അതായത് ഈ സെല്ല് H11 എന്നുള്ള സെല്ല്, അതായത് ഞാൻ പറഞ്ഞിരുന്ന ഈ സെല്ല് ഈക്വൽ ടു എന്താണ്? ഇവിടെ ഞാൻ 18,865 എന്നുകൊണ്ട് കൊടുത്തു. ക്ലിയർ ആണല്ലോ? 18,865 എന്നുകൊണ്ട് കൊടുത്തു. ഇത് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത്രയും കൊടുത്തതിന് ശേഷം ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കണ്ടീഷൻസുകൾ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ട് സോൾവറിൽ. ക്ലിയർ ആണല്ലോ? ഇവിടെ 1,50,000 വാല്യൂ വന്നിട്ടുള്ളത്. ഇനി സിസ്റ്റത്തിനോട് സോൾവ് ചെയ്യാൻ പറയാണ്. മനസ്സിലായ? സിസ്റ്റമാണ് അത് എന്ത് ചെയ്യണത്? ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ വെച്ചിട്ട് സോൾവ് ചെയ്യണത്. ക്ലിയർ ആണല്ലോ? ഈ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ. ഇത് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവർ എന്നുള്ള ഇക്വേഷൻസ് ആക്റ്റീവായി വന്നു. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമുല ഓഡിറ്റിംഗ് എന്നുള്ളൊരു ഭാഗമാണ്. പറഞ്ഞിട്ടില്ലല്ലോ? ഫോർമുല ഓഡിറ്റിംഗ് ഇത് മനസ്സിലായല്ലോ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് നമുക്ക് ഈ ഡാറ്റാബേസിനൊക്കെ സെർച്ച് ഇതാക്കുമ്പോഴേ, ഇപ്പോൾ കമ്പനി പറയുകയാണ് ഇന്നത് മാത്രം വന്നാൽ മതി എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലൊക്കെ സോൾവർ വെച്ചിട്ടാണ് ചെയ്യുക. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോലിക്കാർക്ക് ജോലി പീരീഡ് വീതിച്ചു കൊടുക്കുക. അപ്പോൾ ഒരാൾ എത്ര ആൾക്കാർ എത്ര മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ചെയ്യാട്ടോ, സോൾവർ വെച്ചിട്ടേ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഞാനിവിടെ ഫോം ഒന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നതാണ്, ശ്രദ്ധിക്കുക, അടുത്ത് വരുന്നതാണ് ഫോർമുല ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിങ്? കേട്ടിട്ടുണ്ടോ? എന്താണ് ഓഡിറ്റിങ്? കേട്ടിട്ടില്ലേ? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അല്ലേ? നമ്മൾ ചില ആൾക്കാർ പറയും ഞാൻ ബാങ്കിൽ അല്ലെങ്കിൽ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞേക്കാറ് അല്ലേ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വന്നിട്ടുള്ള റെസീറ്റുകൾ, അതേപോലെ അവിടെ നിന്ന് പോയിട്ടുള്ള വൗച്ചറുകൾ, എക്സ്പെൻസിൻ്റെ ഇത് ബില്ലുകൾ, ഇതൊക്കെ കൂടി ഒത്തുനോക്കി കണക്കൊക്കെ കറക്റ്റ് ആക്കുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ? ക്ലിയർ ആണല്ലോ? ഇതേപോലെ എക്സലിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെ കുറിച്ചിട്ടുള്ള ഓഡിറ്റിംഗ് കണ്ടെത്താനായിട്ട്, ഓഡിറ്റിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഞാനിവിടെ കുറച്ച് കാൽക്കുലേഷൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ 45 ശ്രദ്ധിക്കുക, 45, 75, ഇവിടെ 85, ഇവിടെ 105, ഇവിടെ 145 ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഞാൻ പറയുകയാണ് ഈക്വൽ ടു ഈ സെല്ല് പ്ലസ് ഈ സെല്ല് പ്ലസ് ഈ സെല്ല്, 3 സെല്ലുകൾ തമ്മിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? 3 സെല്ലുകൾ തമ്മിൽ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഈ സെല്ലിൽ ഞാൻ എന്ത് പറയുകയാണ്, നേരെ ഈ സെല്ല് വെച്ചിട്ട് പറയുകയാണ് ഫോർമുലയിൽ ട്രേസ് പ്രസിഡൻസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യും. ഏതൊക്കെ സെല്ലുകൾ തമ്മിലുള്ള കാൽക്കുലേഷൻസുകളാണ്, മനസ്സിലായ? ആ 295 എങ്ങനെ വന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈ നമ്മൾ സാധാരണ രീതിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ സെല്ലുകളാണെന്നുള്ളത് കാണിച്ചു തരില്ലേ, അതിന് പകരം ഓഡിറ്റ് ചെയ്ത് കാണിച്ചു തരും. ഇവിടെ നോക്കി നോക്കിയേ, ട്രേസ് പ്രസിഡൻസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഏതൊക്കെ സെല്ലുകൾ തമ്മിലുള്ള കാൽക്കുലേഷൻസുകളാണോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അതിൽ ഏരോസ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, റിമൂവ് ഏരോസ്. ഓക്കെ. ഇനി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക, ഏതെങ്കിലും സെല്ല് ആശ്രയിച്ച് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ട്രേസ് ഡിപ്പെൻഡ് എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്. റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ട്രേസ്, ഡിപ്പെൻഡ്, റിമൂവ് ആരോസ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ബേസിക് സാലറി ഇവിടെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മാസം 1000 ഉറുപ്യ കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക കമ്പനി. ഓക്കെ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്, കുറച്ച് ആൾക്കാരുടെ ശമ്പളം ഇവിടെ കൊടുക്കുന്നുണ്ട്. 14,500, 12,500, 14,500, 17,500, 10,500, 14,500, 25,500, 75,400, അതുപോലെ തന്നെ 1,400, ഇങ്ങനെയൊക്കെ ഓരോ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ ആൻസർ പ്രിൻ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കട്ടാ, ഈക്വൽ ടു ഇത് പ്ലസ് നമ്മുടെ സെല്ല്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഇനി നമ്മൾ കൊടുത്തു നോക്കിയൊക്കെ ട്രേസ് ഡിപ്പെൻഡ്. കണ്ടോ? ഈ ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. ഇതിലെ കോൺസ്റ്റൻ്റ് ആക്കണ സെല്ലിൻ്റെ അവിടെ F4 എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രാഗ് ചെയ്ത് നോക്കി ഇവിടെ നിന്നുകൊണ്ട് ഡിപ്പെൻഡ് കൊടുത്തു നോക്കി. മനസ്സിലായ? അതായത് ഈ കാണുന്ന ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി, ഈ കാണുന്ന ഉത്തരങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഏതൊക്കെ സെല്ലുകൾ തമ്മിലുള്ള ആൻസറാണ് കാണുന്നതെന്നുള്ളതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. മറിച്ച് ഡിപ്പെൻഡ് ചെയ്തത് കാണാനായിട്ട് ട്രേസ് ഡിപ്പെൻഡ് യൂസ് ചെയ്താൽ മതി. ആരോസിനെ റിമൂവ് ചെയ്യാം. ഇനി അതിൽ നിന്ന് ഓരോന്നോരോന്ന് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാം. ഡിപ്പെൻഡ് ചെയ്യണ ഏരോ മാത്രം പോകണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യണ ഏരോസുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിയൊക്കെ 45, 145, 105 കൂടി കൂട്ടിയിട്ടുള്ള ഉത്തരമാണ് ഇവിടെ 295 വന്നിട്ടുള്ളത്. ആണല്ലോ? നമ്മൾ ഈക്വൽ ടു അടിച്ചു, ഈ സെല്ല് പ്ലസ് ഈ സെല്ല് പ്ലസ് ഈ സെല്ല്. ക്ലിയർ ആണല്ലോ? ഇത് എങ്ങനെ വന്നു എന്ന് കണ്ടെത്താനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ട്രേസ് പ്രസിഡൻസ് എന്നുള്ള ഓപ്ഷൻസ് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി മറിച്ച് ഇപ്പോൾ ഏതെങ്കിലും ആശ്രയിച്ച് നിൽക്കുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഏതെങ്കിലും സെല്ല് ആശ്രയിച്ച് നിൽക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് എന്നൊരു ഓപ്ഷൻസാണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ട്രേസ് ഡിപ്പെൻഡ്. ക്ലിയർ അല്ലേ? ഇത്ര നേരം ഏതൊക്കെ സെല്ലുകൾ തമ്മിലുള്ള ആൻസർ ആയിരുന്നു ഇവിടെ പ്രിൻ്റ് ചെയ്തത്. ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ ഏതൊക്കെ സെല്ലുകൾ തമ്മിലാണോ ആശ്രയിച്ച് നിൽക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? എന്നൊക്കെ മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ആരോസിനെ റിമൂവ് ചെയ്യാനായിട്ട് റിമൂവ് ആരോസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഷോ ഫോർമുലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല രൂപത്തിൽ നമുക്കിതിനെ കാണിച്ചു തരും. കണ്ടോ? ക്ലിയർ ആണല്ലോ?
ഇത്ര നേരം എല്ലാവരും ശ്രദ്ധിക്കുക, ഇത്ര നേരം നമ്മൾ കണ്ടിരുന്നത് ഉത്തരം മാത്രമല്ലേ കണ്ടിരുന്നത്? ക്ലിയർ അല്ലേ? 295 എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരം മാത്രമല്ലേ നമ്മൾ കണ്ടത്? ഇവിടെ നോക്കി നോക്കി നിങ്ങൾ ഷോ ഫോർമുലാസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഫോർമുല മാത്രം പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ട്രേസ് പ്രസിഡൻസ്, ട്രേസ് ഡിപ്പെൻഡ്, റിമൂവ് ആരോസ്, ഷോ ഫോർമുലാസ്. ഇനി എറർ ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, എറർ ചെക്കിംഗ്. എന്താണ് എറർ ചെക്കിംഗ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈക്വൽ ടു ഈ സെല്ല് പ്ലസ് ഈ സെല്ല് പ്ലസ് ഈ സെല്ല്, 3 സെല്ലുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എറർ വന്നു. മനസ്സിലായ? എന്തുകൊണ്ടാണ് എറർ വന്നത്? ഈ പി എന്നുള്ളത് കൂട്ടിയോണ്ടല്ലേ? മനസ്സിലായല്ലോ? പി എന്നുള്ളത് കൂട്ടിയത് കൊണ്ടല്ലേ എറർ വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി നോക്കിയേ, എറർ ചെക്കിംഗ് കൊടുത്തു നോക്കി നോക്കി നിങ്ങൾ. ഇതിൽ കേട്ടോ ഷോ കാൽക്കുലേഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ എറർ വരാൻ കാരണം എന്നുള്ളത് കാണിക്കും. ക്ലിയർ അല്ലേ? ഷോ കാൽക്കുലേഷൻ സ്റ്റെപ്പ് എന്താണ് എറർ വരാനായിട്ടുള്ള കാരണം എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കാണിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് ശ്രദ്ധിക്കുക, എറർ ചെക്കിങ്ങിൽ ഷോ കാൽക്കുലേഷൻ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ട 120 ഓരോന്നിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. E6 പ്ലസ് കണ്ട 45 പ്ലസ് 75 120 കണ്ടു, പിന്നെ 120 പ്ലസ് പി, അപ്പോഴാണ് അവിടെ എറർ വരുന്നത്. ക്ലിയർ ആണല്ലോ? എറർ ചെക്കിങ് മനസ്സിലായില്ലേ? ഇനി അതിൽ വേണമെങ്കിൽ ട്രേസ് ചെയ്യാം. നിങ്ങൾക്ക് എറർ എങ്ങനെ വന്നതെന്ന് വേണമെങ്കിൽ ട്രേസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? എറർ ചെക്കിങ് എങ്ങനെ വന്നതെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എറർ ചെക്കിങ്ങിനുള്ളിൽ ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവാലുവേറ്റ് ഫോർമുല എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഓരോ സെല്ലുകളെ തമ്മിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത്, ഇന്നത് പ്ലസ് ഇന്നത് പ്ലസ് ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? ഇവാലുവേറ്റ് ഫോർമുല ഓരോന്നിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഫോർമുല ഓഡിറ്റിങ്ങിൻ്റെ ഭാഗം മനസ്സിലായില്ലേ? അനന്തു ക്ലിയർ ആണോ? അനന്തു കുഴപ്പമില്ലല്ലോ? ഓക്കെ ശരി. അപ്പോൾ ശ്രദ്ധിക്കുക, ഫോർമുല ഓഡിറ്റിങ് അന്നയ്ക്കും തരുണിനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രേസ് പ്രസിഡൻസ്, ട്രേസ് ഡിപ്പെൻഡ്, റിമൂവ് ആരോസ്, ഷോ ഫോർമുലാസ്, എറർ ചെക്കിങ്, ഇവാലുവേറ്റ് ഫോർമുല. ഓക്കെ, അടുത്തത് വരുന്നതാണ് വാച്ച് വിൻഡോ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. വാച്ച് വിൻഡോ, ഇതിൻ്റെ പ്രത്യേകത, ഞാനിവിടെ വാച്ച് വിൻഡോ കൊടുത്താൽ ശ്രദ്ധിക്കട്ടാ, ആഡ് വാച്ച് കൊടുക്കുക. ആഡ് വാച്ച് കൊടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് കാണിച്ചു കൊടുത്ത് ആഡ് ചെയ്താൽ നമ്മുടെ ബുക്കിൻ്റെ പേര്, ഷീറ്റിൻ്റെ പേര്, സെല്ലിൻ്റെ പേര്, വാല്യൂ, ഫോർമുല. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? അതെന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണുക, വാച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ടത് വാച്ച് വിൻഡോ ക്ലിക്ക് ചെയ്യുക, ആഡ് വാച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു സെല്ല് കാണിച്ചു കൊടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നിൽക്കണ ബുക്കിൻ്റെ പേര്, ഷീറ്റിൻ്റെ പേര്, സെല്ലിൻ്റെ പേര്, വാല്യൂ, ഫോർമുലാസ്. ക്ലിയർ ആണല്ലോ? ഇത്ര ഭാഗം മനസ്സിലായില്ലേ? വാച്ച് വിൻഡോ മനസ്സിലായില്ലേ? ആഡ് വാച്ച്, ഇവാലുവേറ്റ് ഫോർമുല, വാച്ച് വിൻഡോ. ക്ലിയർ അല്ലേ? കാൽക്കുലേഷൻ ഓപ്ഷൻസ് എപ്പോഴും ഓട്ടോമാറ്റിക് ആയിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട, മാനുവലൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇത്രയും ഭാഗമാണ് ഫോർമുല ഓഡിറ്റിംഗ് എന്നുള്ള സെക്ഷനിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ സെല്ലുകൾ തമ്മിലുള്ള കാൽക്കുലേഷൻസ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സെല്ലുകളുള്ള കാൽക്കുലേഷൻസ് ആണ്. സംഭവം മനസ്സിലായ? ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, ഇവിടെ ഫോർമുല ഓഡിറ്റിംഗ് എന്നുള്ള ഭാഗം. ക്ലിയർ ആണല്ലോ?
ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്ത് വരുന്നൊരു ടോപ്പിക്കാണ് സെല്ലുകൾക്ക് പേര് കൊടുക്കുന്ന കൺസെപ്റ്റ്. നമ്മൾ VLOOKUP ചെയ്യണ സമയത്ത് ചെയ്തിട്ടുണ്ടാവും അല്ലേ? VLOOKUP ചെയ്യണ സമയത്ത് നമ്മൾ സെല്ലുകൾക്ക് പേര് കൊടുത്തു തരുന്നില്ലേ നേരത്തെ? ശ്രദ്ധിക്കൂട്ടാ, ഞാനിവിടെ കാണിക്കാം. ഇവിടെ ടോട്ടൽ കളക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻറ്റ്, ഇവിടെ നമ്മൾ സാലറി ആണെങ്കിൽ സാലറി, ഇങ്ങനെ നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു സിനാരിയോ ചെയ്യണ സമയത്ത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? നെയിം ബോക്സ് പേര് കൊടുക്കുന്നത്, നെയിം ബോക്സിൽ പേര് കൊടുക്കുന്നത്. ടോട്ടൽ കളക്ഷൻ, റെൻറ്റ്, സാലറി. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റി, ഫോൺ ബില്ല്, ഓക്കെ. ഇപ്പോൾ നെറ്റ്, അതുപോലെ തന്നെ അതേഴ്സ്. ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള സംഖ്യകൾ എത്രയാണോ ടോട്ടൽ എന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ 2,50,000, റെൻ്റ് ഇപ്പോൾ ഒരു 15,000, സാലറി ഒരു 45,000, ഇലക്ട്രിസിറ്റി ഒരു 7,500, ഫോൺ ബില്ല് ഒരു 4,500, നെറ്റിനൊരു 3,500, അതേഴ്സിന് ഇപ്പോൾ ഒരു 1,458, ഇങ്ങനെയൊക്കെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേരെങ്ങനെ കൊടുക്കണേ എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് മുന്നേ വേറെ ചെറിയൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് 475 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ മാർക്ക് 600. ഇതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കാണുക? നിങ്ങൾ പേഴ്സൻറ്റേജ് എങ്ങനെ കാണുക? ഈക്വൽ ടു പറയൂ. ഈക്വൽ ടു കിട്ടിയ മാർക്ക് ഹരിക്കണം ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. തരുണ ക്ലിയർ ആണല്ലോ? ഹലോ തരുൺ ലെഫ്റ്റ് ആയി. ഓക്കെ. അന്നയ്ക്ക് മനസ്സിലായല്ലോ? ഇത് മനസ്സിലായല്ലോ? ചിലപ്പോൾ റേഞ്ചിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണമാവാം. ആദ്യം ഞാൻ പറയുന്നു 45, അതായത് 475 ഈക്വൽ ടു 475 ഹരിക്കണം 600 ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ? 79% മാർക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായ? 79% മാർക്ക്. അപ്പോൾ ഇതിന് പകരം ഞാൻ ഈ സെല്ലുകൾക്കൊക്കെ പേര് കൊടുക്കാൻ പോവാണ്. രണ്ടാളുള്ളൂ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തട്ടോ, ഫുള്ളായിട്ട് പറയുന്നില്ല. തരുണ് വരുമോ നോക്കി നോക്കാം നമുക്ക്. തരുൺ വന്നാൽ ഒന്ന് പറയണം കേട്ടോ അന്ന. ഓക്കെ, റേഞ്ചിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. 475 600 നമ്മൾ എന്ത് ചെയ്തു? ഇത് കിട്ടിയ മാർക്കിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാനിവിടെ ഇതിനൊക്കെ പേര് കൊടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. ഡിഫൈൻ നെയിമിൽ കിട്ടിയ മാർക്ക് എന്ന് കൊടുത്തു. ഞാനിപ്പം ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കണം കേട്ടോ. കിട്ടിയ മാർക്ക് എന്നിട്ട് കൊടുത്തു. കിട്ടിയ മാർക്ക് ഓക്കെ. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഡിഫൈൻ നെയിമിൽ ടോട്ടൽ മാർക്ക് കൊടുത്തു. ടോട്ടൽ ഓക്കെ. തരുണ ശ്രദ്ധിക്കട്ടോ. മാർക്ക് എന്നുകൊണ്ട് കൊടുത്തു. കിട്ടിയ മാർക്ക് ടോട്ടൽ മാർക്ക് എന്നുകൊണ്ട് കൊടുത്തു. ഇവിടെ ഞാൻ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുക. ഈക്വൽ ടു നമ്മൾ എന്താ ചെയ്യണത്? യൂസിൻ ഫോർമുലയിൽ കണ്ട 2 ഇക്വേഷൻസ് വന്നതുണ്ട് അവിടെ. ഒന്ന് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ഫോർമുല മാനുവലായത് കണ്ടോ നിങ്ങൾ? തരുണിന് മനസ്സിലായ? ഈ സെല്ലുകൾക്ക് നമ്മൾ പേര് കൊടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ എനിക്കൊരു 475 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 600 പരീക്ഷ. അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജ് കാണുമ്പോൾ എന്താ ചെയ്യുക? ഈക്വൽ ടു 475 ഹരിക്കണം 600 ഇൻറ്റു 100 അല്ലേ? അങ്ങനെയാണല്ലോ പേഴ്സൻറ്റേജ് കാണുക. അപ്പോൾ ഇവിടെ ഞാൻ അതിന് പകരം ഈ സെല്ലുകൾക്ക് ഒരു പേര് കൊടുക്കാൻ പോവുകയാണ്. സെല്ലിനെ സെലക്ഷൻ ചെയ്യുക. ഡിഫൈൻ നെയിം വഴി ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ കിട്ടിയ മാർക്ക് എന്നിട്ട് കൊടുത്തു. ഞാനിപ്പോൾ തൽക്കാലം ഇതുവരെ വയ്ക്കണുള്ളൂ. മാർക്ക് എന്നിട്ട് കൊടുത്തു. കിട്ടിയ മാർക്ക് കൊടുത്തു. ഓക്കെ പറഞ്ഞു. അടുത്തതിനെ ഡിഫൈൻ നെയിം വഴി ടോട്ടൽ മാർക്ക്, ടോട്ടൽ MAR എന്നിട്ട് കൊടുത്തു. ഓക്കെ പറഞ്ഞു. ഇവിടെ വെച്ചിട്ട് നോക്കിട്ടാ. ഈക്വൽ
യൂസ് ഇൻ ഫോർമുലയിൽ പോയാൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസുകളൊക്കെ അവിടെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? കിട്ടിയ മാർക്ക് കണ്ട ഹരിക്കണം ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. ക്ലിയർ ആണല്ലോ? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് കണ്ടില്ലേ, ഫയൽ വന്നത് കണ്ടില്ലേ? അതായത് ഫോർമുല മാനുവലാക്കാൻ പറ്റുമെന്ന് മാത്രം. അതിനാണ് ഡിഫൈൻ നെയിം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. സെല്ലിന് എങ്ങനെയാണോ നമ്മൾ പേര് സെറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ടേബിൾ മൊത്തം സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് കോളം ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മുടെ ഇടത്തെ സൈഡിലുള്ള പേരുകൾ വന്നിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ? ഈ 1458 എന്നുള്ളത് അതേഴ്സാണ്. 3500 എന്നുള്ളത് നോക്കി നിങ്ങളുടെ നെയിം ബോക്സിൽ നെറ്റാണ്. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ? സെലക്ഷൻ ചെയ്യാം, ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ്റെ ഉള്ളിൽ ലെഫ്റ്റ് കോളം ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത്ര സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ക്രിയേറ്റ് ഫ്രം സെലക്ഷൻസ് മനസ്സിലായില്ലേ? ഓക്കെ, യൂസ് ഇൻ ഫോർമുല മനസ്സിലായില്ലേ? കണ്ട, നമ്മൾ കൊടുത്തിട്ടുള്ള ഫോർമുലസ് കംപ്ലീറ്റ് ഒന്ന് കണ്ട. ഇപ്പോൾ റെൻറ്റും സാലറിയും കൂടി കൂട്ടണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഈക്വൽ ടു റെൻറ്റ് പ്ലസ് സാലറി. മനസ്സിലായ? രണ്ടും കൂടി 60,000 ആൻസർ വന്നു. ക്ലിയർ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ യൂസ് ഇൻ ഫോർമുല എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം മനസ്സിലായില്ലേ? ഡിഫൈൻ നെയിം, സെല്ലുകൾക്ക് പേര് കൊടുക്കണം, ഡിഫൈൻ നെയിം, അതേപോലെ തന്നെ ഫോർമുല ഓഡിറ്റിങ്, അതേപോലെ തന്നെ നമ്മുടെ വാച്ച് വിൻഡോ, അതായത് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ ട്രേസ് പ്രസൻസ്, ട്രേസ് ഡിപ്പെൻഡ്, റിമൂവ് ആരോസ്. ക്ലിയർ ആണല്ലോ? സോൾവർ മനസ്സിലായല്ലോ? ഡാറ്റയുടെ ഉള്ളിൽ സോൾവർ മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫോം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ സിസ്റ്റമുള്ള ആൾക്കാർ എന്തായാലും ഈ ഫോം ഒന്ന് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. തരുണേ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സലിൽ ഏത് ഫോം വേണമെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇനി ഞാൻ ആൻഡ് എന്നുള്ളൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എന്നുള്ളൊരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ശ്രദ്ധിക്കാം. ഇതിനെ ഞാൻ ഫോർമുല ഓഡിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ ലെഫ്റ്റായി റേഞ്ചിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവണത് കൊണ്ടാണ്. ശ്രദ്ധിക്കേട്ടാ, നമ്മൾ ആൻഡിൻ്റെ ഒരു ഇക്വേഷൻസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമ്മുടെ രണ്ടാൾക്കാർ ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അവർക്ക് ഞാൻ ക്ലാസ് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഈ ആൻഡും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇന്നത് അല്ലെങ്കിൽ ഇന്നത്. ക്ലിയർ ആണല്ലോ? ഇത് ഫോർമുല ഓഡിറ്റിംഗ് തന്നെയാണ്. ഫോർമുല ഓഡിറ്റിംഗ് തന്നെയാണ് ഈ ഷീറ്റ്. ഇതിലാണ് നമ്മൾ ആൻഡ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ശ്രദ്ധിക്കാം. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കൂ. നെയിം, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, തൽക്കാലം ടോട്ടൽ. ശ്രദ്ധിക്കട്ടോ. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് കുറച്ച് ആൾക്കാരുടെ പേര്. ഇപ്പോൾ ഇവിടെ അനു, മനു, കിരൺ, ലിജി, കീർത്തി,
മോഹൻ VP. ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, തരുണ ടോട്ടൽ മൊത്തം ഹോമിൻ്റെ ഉള്ളിൽ ഓട്ടോ സമ്മ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാം. ഇനി എന്ത് ചെയ്യാണ്? ഞാൻ പറഞ്ഞു കുട്ടിക്ക് ജയിച്ചോ അല്ലെങ്കിൽ തോറ്റോ എന്നുള്ളത് 2 കണ്ടീഷൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കട്ടാ. ഈക്വൽ ടു ആൻഡ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറയാണ് ടോട്ടൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 ആവണം. ശ്രദ്ധിക്കുക. കോമ ഓരോ വിഷയത്തിലും എന്ത് വേണം? ഒരു 15ൻ്റെ മേലെ മാർക്കും വേണം. മനസ്സിലായ? തരുണ മനസ്സിലായില്ലേ? ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. ശ്രദ്ധിക്കുക. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 കോമ ഇതിന് വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. വേറൊരു വഴിയും കൂടി ഉണ്ട്. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 കോമ ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇയാൾ ഫോൾസാണ്. മനസ്സിലായ? എല്ലാവരും ഫോൾസാണ്. കാരണം വെച്ചാൽ എന്താണ്, എല്ലാവർക്കും 150-ന് മേലെ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും എന്തില്ല. ഇവിടെ എത്ര നമ്മൾ പറഞ്ഞത് N7 അല്ലേ? ഇവിടെ ഞാനൊരു 120 അല്ല കേട്ടോ, 150 കൊടുക്കാം. 150 കൊടുത്തു. ഓക്കെ, എന്നാലും ഇല്ല. കാരണം വെച്ചാൽ ആരും ഇല്ല. കാരണം എല്ലാവർക്കും കുറഞ്ഞ മാർക്ക് ഉണ്ടല്ലോ. മറിച്ച് ഇവിടെയൊക്കെ 16 കൊടുത്ത് നോക്കി നിങ്ങൾ. 16, 15, 18, 17. ഇവിടെ 18 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രൂ ആയി മാറിയതേണ്ട. ക്ലിയർ ആണല്ലോ? അപ്പോൾ കുറേ കണ്ടീഷൻസ്, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡിനെയാണ് നമ്മൾ ആൻഡ് എന്ന് പറയുന്നത്. ഇതന്നെ വേറെ തരത്തിൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം നിങ്ങളൊരു മിനിമം കണ്ടാൽ മതി. മിനിമം കാണാമല്ലോ. മിനിമം എങ്ങനെ കാണുക? ഈക്വൽ ടു MIN. ഈ കാണുന്ന സെല്ല് മൊത്തം ഡ്രാഗ് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം മാർക്ക് കിട്ടി. ഇനി നിങ്ങൾ ഞാൻ നേരത്തെ ചെയ്ത ഇക്വേഷൻസ് ഇങ്ങനെ ചെയ്യാം. ഈക്വൽ ടു ആൻഡ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ടോട്ടൽ എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 കോമ മിനിമം എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് 15. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓരോ സെല്ലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തരുണ മനസ്സിലായ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാനിത് ഫയൽ അയക്കാം. നമ്മളിന്ന് കൂടുതൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. തരുണ കുഴപ്പമില്ലല്ലോ. കാരണം വെച്ചാൽ അവർക്ക് 3 പേർക്കും കയറാൻ പറ്റിയിട്ടില്ലല്ലോ. കേട്ടാ, ഞാനിത് എന്തായാലും അയക്കാം. അനന്തു ക്ലിയർ ആണല്ലോ? അനന്തു ഓക്കെ, ഞാൻ മെയിൽ അയക്കാം കേട്ടാ. ഇത് കാരണം കേട്ടോ തരുണേ നമ്മൾ നേരത്തെ നിർത്തുന്നത്. എന്തായാലും നമുക്ക് നാളെ ചിലപ്പോൾ ഒന്നുകൂടി പറയേണ്ടി വരും. അവർ 3 പേരും ഇല്ലാത്തതല്ലേ കേട്ടോ. ഓക്കെ ശരി കേട്ടോ. ഞാൻ മെയിൽ അയച്ചു തരാം. അപ്പോൾ നിങ്ങളെന്നാൽ ലീവ് ചെയ്തോളൂ കേട്ടോ. ശരി ഓക്കെ.